ഈ ഒരു രഹസ്യത്തെ അറിഞ്ഞു പെരുമാറിക്കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആ രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടതായിട്ടുള്ളത് ഈ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഒരു സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു നേടിയെടുക്കാൻ പറ്റാത്ത എന്തോ അതാണ് ഏറ്റവും വലിയ നഷ്ടം, അല്ലേ? ദ ലോസ് ദാറ്റ് കനോട്ട് ബി റീകോമ്പൻസേറ്റഡ്. എന്നാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഏത് സാധനമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ പറ്റാത്ത? ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞാലോ. നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആയാലും ഹെൽത്ത് ആയാലും വെൽത്ത് ആയാലും ഈ സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത്രയ്ക്ക് അതിന്റെ പിന്നാലെ നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്, അല്ലേ? ഒരു കംബാക്സ് കേട്ടിട്ടില്ലേ? അതിന്റെ കാലാണല്ലോ, അല്ലേ? എന്നാൽ ഏത് സാധനമാണ് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തത്? ഇൻട്രസ്റ്റിംഗ്ലി ഇനഫ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ള അവസാന കലാമിൽ ഖുറാനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, വൽ അസ്ർ എന്ന് പറഞ്ഞിട്ട്. ഈ സൂറത്തിലുണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല വൽ അസ്ർ എന്ന് പറഞ്ഞിട്ടാണ് സത്യം ചെയ്യുന്നത്. പറഞ്ഞ കാലഘട്ടം മാറി മറിയുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ഈ ടൈമിനെ വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ടുള്ളത്. One of the reasons for which Allah subhanahu wa ta'ala swears by something in Quran is to give us evidence. In that context, ഖുറാനിലെ വൽ അസ്ർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രൂഫ് ആയിട്ട് തരാണ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞിട്ട്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നമ്മളിൽ പെടുന്ന ഓരോ മനുഷ്യന്മാരും, അന്നാസ് അല്ലാട്ടോ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ ഇൻസാന എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ തീർച്ചയായും നമ്മളിൽ ഓരോ മനുഷ്യന്മാരും എന്തിലാണ്? ലഫി ഖുസ്ർ. നമ്മൾ ലോസിലാണ് എന്നത്, നഷ്ടത്തിലാണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാകും. നമുക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ടൈം. പറഞ്ഞാൽ ഇന്ന് 31 ഡിസംബർ ആണെങ്കിൽ 31 ഡിസംബറുടെ 10 മണി, ഈ 10 മണി ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ എനിക്കത് കിട്ടൂല, റൈറ്റ്? നമുക്ക് അടുത്ത 31 ഡിസംബറിന്റെ 10 മണി ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ എൻ്റെ ഈ നിമിഷം ഉണ്ടല്ലോ, ഇതൊരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോ നമുക്ക് ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ വെൽത്തിന്റെ അല്ല, ഹെൽത്തിന്റെ അല്ല, ഫിറ്റ്നസിന്റെ അല്ല, ഒന്നുമല്ല. നമ്മളുടെ അടുത്തുനിന്ന് പോകുന്ന ഒരു സംഗതി, നമ്മൾക്ക് വലിയൊരു നഷ്ടം എന്ന് പറയുന്ന സംഗതി എന്താന്ന് വെച്ചാൽ അത് സമയമാണ്. എനിക്ക് അതിന് 10-20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 10-30 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 30s is the new 20s എന്നൊക്കെ പറയുമ്പോൾ ഇനി നമ്മുടെ അടുത്ത് കുറേ സമയം ബാക്കിയുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഒരു സ്നിപ്പെട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും ഖബർസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ കല്ലില്ലേ അതിൽ എഴുതിയിട്ടുള്ള ഏജ്. പറഞ്ഞ ചില ആൾക്കാർ നമ്മൾ ഖബർസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ഖബർ കാണുന്നത് നമ്മൾ ചിലപ്പോൾ 90 വയസ്സുള്ള 80-90 വയസ്സുള്ള ആൾക്കാരുടെയും ഖബർ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ 2 വയസ്സ്, 5 വയസ്സ്, 10, 15, 20, 30 എല്ലാ വയസ്സിലുള്ള ആൾക്കാരുടെയും ഖബർ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പൊ എക്സാക്ട്ലി നമ്മളിൽ ഒരാൾക്ക് പോലും അറിയില്ല നമ്മളുടെ ഈ ലോകത്തുള്ള സമയം എത്ര നേരം വരെ ഉണ്ട് എന്നത്. അപ്പൊ ഈ ജീവിതത്തില് നമുക്ക് ഇതിനെ അറ്റ്മോസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത നിമിഷം എൻ്റെ അവസാന നിമിഷമാണെങ്കിൽ ഞാൻ ഈ നിമിഷത്തിൽ എന്ത് ചെയ്യും, ആ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ നിമിഷം ജീവിക്കുമ്പോഴാണ് ഈ നിമിഷം നഷ്ടത്തിലാകാതെ പോകുന്നത്. അപ്പൊ നമ്മളൊരു വർഷം കടന്നുപോയി, ഇനി അടുത്ത പുതിയൊരു വർഷത്തിലോട്ട് കിടക്കുമ്പോൾ ഐ വോണ്ട് ടു ലീവ് യു വിത്ത് ദിസ് തോട്ട്. നമ്മളുടെ ഈ നിമിഷം നമ്മളുടെ അവസാന നിമിഷമായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഈ നിമിഷത്തെ പെരുമാറുക, അത് അനുസൃതമായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഓരോ നിമിഷത്തെ ജീവിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മൾ നഷ്ടത്തിലല്ലാതെ ആയി പോകുന്നത്. അക്കാരണം കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു ഹിക്മത്ത് തന്നെ കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. ഖസാർ എന്ന് പറഞ്ഞിട്ടില്ല, ഖുസ്റാൻ എന്ന് പറഞ്ഞിട്ടില്ല. ഖസ്റാൻ എന്ന് പറയായിരുന്നെങ്കിൽ നമ്മൾ
ഒരിക്കലും പുറത്തോട്ട് വരാൻ പറ്റാത്ത പോലത്തെ ഒരു നഷ്ടത്തിലായി പോകുമായിരുന്നു. റബ്ബ് കാകട്ടെ. എന്നാൽ ഈ ഹസാർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇൻക്രീസിങ് ലോസ്, പറഞ്ഞ ഒരു നഷ്ടത്തിൽ നിന്ന് മറ്റൊരു വലിയ നഷ്ടം, പിന്നൊരു വലിയ നഷ്ടം, പിന്നൊരു വലിയ നഷ്ടം. അപ്പോൾ ഇൻക്രീസിങ് ടൈപ്പ് ഓഫ് ലോസ് എന്നൊരവസ്ഥയിൽ വരുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതല്ല പറഞ്ഞ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ചെറിയ ലെവലിലുള്ള ഒരു നഷ്ടത്തിലാണ്. പക്ഷെ നമ്മൾ എന്നാണോ അത് അവെയർനെസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് അതനുസരിച്ചിട്ട് പെരുമാറാൻ തുടങ്ങുന്നത്, നമ്മളുടെ ജീവിതത്തിൽ അതനുസരിച്ചിട്ട് വ്യത്യാസം കൊണ്ടുവരാൻ തുടങ്ങുന്നു, ആ നിമിഷം ആ നഷ്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിലക്ക് വാർണിംഗ് ആയിട്ട് വെച്ച അതേ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ഗുഡ് ന്യൂസ് ആയിട്ടും തരുന്നുണ്ട്. എന്ത്? നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ, പക്ഷെ ഞാൻ അതിൽ നിന്ന് പുറത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇഫ് യു വിൽ ടു, ഇഫ് യു ഹെൽപ്പ് യുവർ സെൽഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഡെഫിനറ്റ്ലി എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ സമയത്ത് വാർണിങ്ങും അതേ സമയത്ത് സ്നേഹം കൊണ്ട് നമ്മളെ ഗുഡ് ന്യൂസ് തരും ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെയാണ് നമ്മൾ വലിയൊരു നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക.